പിന്നെ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എന്നെ വെച്ചിട്ട് കാസർഗോഡ് ഒരു പുള്ളി എന്നെ വിളിക്കുമായിരുന്നു റിപ്പർ ചന്ദ്രൻ ചെയ്യാനായിട്ട്. ഓ, പുള്ളി എൻ്റെ മുഖമൊക്കെ അങ്ങ് കറക്റ്റായിട്ട് പുള്ളി വരച്ചെനിക്ക് അയച്ചു തരുവാ. വരച്ചിട്ട് ഓരോ സീനും വരച്ചെനിക്ക് അയച്ചു തരുവാ. ഇതാണ് അവൻ്റെ റൂട്ടെന്നൊക്കെ പറഞ്ഞ്. പിന്നെ എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാണണം. ചർച്ച നടക്കുന്നുണ്ടോ എപ്പോഴും? ഉണ്ടല്ലോ, പുള്ളി ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, നമുക്ക് തുടങ്ങണം എന്നും പറഞ്ഞ് തന്നെ വിളിക്കും. അതൊരു വലിയ സംഭവം തന്നെയാണ്. പഠിക്കേണ്ടി വരും ആളെ കുറിച്ച് ഒരുപാട് പഠിക്കേണ്ടി വരും. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞാൽ പറയും, മുഖമൊക്കെ ഇച്ചിരി നന്നാമത്തിനും പുള്ളി എന്നെ വിളിക്കും, ഇത് മുഖം നന്നാക്കുവാണോ ചോദിച്ചോണ്ട്. ആള് വിട്ടിട്ടില്ല, ആള് പ്രതീക്ഷ വിട്ടിട്ടില്ല. അവ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഇച്ചിരി എൻ്റെ പൈസ കണ്ട് ആകാനുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ വിളിക്കും. അപ്പൊ എന്തായാലും ഇപ്പോ ദൃശ്യത്തിന്റെ തിരക്കിനിടയിൽ അല്പം നേരം ഈ ഒരു കൊച്ചു സിനിമയും കൂടി കാണുക എന്ന് പറഞ്ഞാൽ, ഈ ഒരു സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷ എന്താണ്? ഞാൻ വെച്ചാൽ എല്ലാം പുതിയ മുഖങ്ങളാണ് പോസ്റ്ററിൽ കാണുന്നത്. ഇങ്ങനെ ചേട്ടൻ മുഖം മാത്രമേ ഉള്ളൂ നമുക്ക് അറിയുന്ന ഒരു മുഖമുള്ളൂ. അപ്പൊ ഒരു പുതിയ ഒരു കുട്ടികളുടെ കൂടെ ഇങ്ങനെ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല എങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഇവരൊക്കെ ആദ്യമായിട്ടാണ്, കുട്ടികളൊക്കെ ആദ്യമായിട്ടാണ് ഡയറക്ടറുമായിട്ട് പരിചയപ്പെടണം ഇവിടെ വന്ന. പിന്നെ എല്ലാം പുതിയൊരു, പിന്നെ ആകപ്പാടെ അറിയാവുന്ന എനിക്ക് ടോൺസിന് മാത്രമേ അറിയാം, ക്യാമറമാൻ. പക്ഷേ ക്യാമറമാൻ വിളിച്ചിട്ടാണല്ലോ വന്നത്. പക്ഷെ ഡയറക്ടറുമായിട്ട് പരിചയപ്പെട്ടതിന് നമ്മളെ പങ്ക ഇതായി. പക്ഷെ കുട്ടികളൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നമ്മളെ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ. ഡയറക്ടറും പറഞ്ഞു അവർക്ക് സ്ക്രിപ്റ്റ് ഒന്നും അങ്ങനെ അവരൊക്കെ ചെയ്യുന്നത് കാണണം. ഇത് രസമായിട്ട് ചെയ്ത കരയാനൊക്കെ പറഞ്ഞാൽ അങ്ങ് നിന്ന് കരയും. ഭയങ്കര ആർട്ടിസ്റ്റുകളാണ്. അവന്മാരുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയല്ലോ എനിക്ക് വലിയ താല്പര്യം.